Hi friends, welcome to Jisha's Flavors. ഇന്ന് ഞാൻ സാലഡ് റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ക്യാരറ്റ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, കുക്കുംബർ കട്ട് ചെയ്തിട്ടുണ്ട്, ലെറ്റൂസ് വേണം. പിന്നെ ഞാൻ ഇതിലേക്ക് ക്രാബ് സ്റ്റിക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും. ഇത് ഓൾറെഡി കുക്ക്ഡ് ആണ്. അപ്പോൾ ഈ ഒരു സ്റ്റിക്കാണ് ക്രാബ് സ്റ്റിക്ക്. ഇത് നമ്മൾ ഇതേപോലെ നേർമയായിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതും കൂടെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇത് നിങ്ങൾക്ക് കിട്ടിയില്ലേ, നിങ്ങൾക്ക് വെജിറ്റേറിയൻസ് ആണെങ്കിൽ വേറെ ചിക്ക് പീസോ വൈറ്റ് ചിക്ക് പീസോ അല്ലെങ്കിൽ പീനട്ട് അങ്ങനത്തെ ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. നോൺ വെജ് ആണെങ്കിൽ നിങ്ങൾക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാറ്റാം. ആദ്യം നമുക്ക് ഇതെല്ലാം ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ക്രാബ് സ്റ്റിക്കും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി വേറെ ഏതെങ്കിലും വെജിറ്റബിൾസ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി, കാരണം നമ്മൾ ഇതിലേക്ക് സോയാ സോസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം പെപ്പർ പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം. ആദ്യം നമുക്ക് സ്റ്റവ് വെച്ച ശേഷം പാൻ വെച്ച് കൊടുക്കാം. അതിലേക്ക് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഗാർലിക് ഒരു 3-4 ഗാർലിക് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എരിവിന് വേണ്ടിയിട്ട്. അതേപോലെ സോയാ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് സോട്ടായി വരുമ്പോൾ അതിലേക്ക് അവസാനം ഹണിയും കൂടെ ചേർത്ത് കൊടുക്കാം. സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിത് സാലഡിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നേരത്തെ നമ്മൾ സാലഡിൽ സോൾട്ടും പെപ്പറും ഇട്ട് വെച്ചിരുന്നു. അതിലേക്ക് ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ച ആ സോസ് നമുക്കിതിലേക്ക് ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഹെൽത്തി ആയിട്ടുള്ള ഒരു സാലഡാണ്. നമുക്കിത് ഡിന്നറായിട്ടൊക്കെ ഈ ഒരു സാലഡ് കഴിക്കാവുന്നതാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചിക്കൻ ഇഷ്ടമുള്ളവർക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. അതല്ലാതെ വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടവർക്ക് വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്ക് പീസും പീനട്ടും മുളപ്പിച്ച പയറൊക്കെ ചേർത്ത് കൊടുക്കാം. ഓരോരുത്തരും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യും. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം. മറ്റൊരു നല്ല റെസിപ്പിയെ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്